അത് ഇന്ത്യൻ ഗവൺമെൻറ് ഈ CPM ഗുണ്ടകളെയും ഈ CPM തീവ്രവാദികൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അവരൊരു പാർട്ടിയല്ല, തീവ്രവാദ സംഘടനയാണ് അവർ. CPM എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്, ഒരിക്കലും അവരൊരു പാർട്ടിയല്ല. അവരെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. പ്രതിഷേധമായിട്ട് അവർ തെരുവിലിറങ്ങിയപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഓടിച്ചവരെ പെരയ്ക്കകത്ത് കയറ്റണമായിരുന്നു. ഒരു കാരണവശാലും അനുവദിക്കരുതായിരുന്നു. കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിന് അതിനുള്ള ബാധ്യതയുണ്ട്. നമസ്കാരം ധന്യ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് ഞങ്ങൾ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി യുവതിയുടെ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവം അവർ വെളിപ്പെടുത്തുന്ന, അവരൊരു വോയിസ് ആയിട്ടിടുന്ന ഒരു കാര്യം, അത് ആ വോയിസ് മെസ്സേജ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. അതിലെ കാര്യങ്ങൾ അതീവ ഗുരുതരമാണ്. കാരണം മലയാളികളായിട്ടുള്ള ആളുകളെ ഒന്നും തന്നെ ഇസ്രായേലിലേക്ക് അവർ അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നമുണ്ടാകുന്നു. മലയാളികൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇസ്രായേലിൽ ഉണ്ടാകുന്നു. ഇതിനെല്ലാം കാരണം നമ്മൾ കേരളത്തിലുള്ള ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട്, അതായത് പാലസ്തീനിലെ ഹമാസുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയൊക്കെയായി ബന്ധപ്പെട്ട് നടത്തിയ പ്രകടനങ്ങൾ, അവർക്ക് അനുകൂലമായി നടത്തിയ ചില മുദ്രാവാക്യങ്ങളൊക്കെ അവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ തന്നെ പറയും. എന്തായാലും ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. ആ മലയാളികൾ വല്ലാത്ത രീതിയിലേക്ക് ആശങ്കയിലാണ്, അല്ലേ? അവരിപ്പോൾ വിസയ്ക്ക് പോകുമ്പോൾ മലയാളികളാണ് എന്നറിഞ്ഞാൽ അവർക്ക് വിസ പോലും നൽകുന്നില്ല എന്നാണ് ആ യുവതി ആ ഓഡിയോയിൽ പറയുന്നത്. കാരണം ഇവിടെ റെഫ്യൂജി വിസയിലൊക്കെ വന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്, എപ്പോഴാണ് ഞങ്ങളുടെ വിസ ക്യാൻസലാക്കുന്നതെന്ന്. ഞാൻ കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് മലയാളികളുടെ വിസ ക്യാൻസൽ ചെയ്തിട്ട് ഇറങ്ങുന്നവരെയൊക്കെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിസ കൊടുക്കാതിരിക്കുകയാണ്. നോക്കൂ, മലയാളികൾ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവർക്ക് പ്രത്യേക പരിഗണന ഈ കുറച്ച് കാലങ്ങളായി കിട്ടുന്നുണ്ട്. കാരണം അവർ തന്നെ പറയുന്നു, അവരെ കാണുമ്പോൾ നമസ്തേ പറയുന്നു, സലാം പറയുന്നു. കാരണം അത്രത്തോളം ബഹുമാനമാണ് മലയാളികൾക്ക് ഓരോ രാജ്യത്തും കൊടുക്കുന്നത്. ഇവിടെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്നും അവിടെയുള്ള ഹമാസിനെ ഹിസ്ബുള്ളയും അവർ ഭീകരരല്ല, സമാധാനപ്രിയരാണ്, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ്, മനുഷ്യത്വത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല ഈ വോയിസിൽ തന്നെ പറയുന്നുണ്ട്, CPM ഗുണ്ടകൾ അവരെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കേണ്ടതായിരുന്നു. അവർ ഈ തെരുവോരങ്ങളിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുമ്പോൾ അവരെ നിയന്ത്രിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആയിരുന്നു. CPM എന്ന് പറയുന്ന പാർട്ടിയല്ല, അതൊരു തീവ്രവാദ സംഘടനയാണെന്നാണ് അവർ പറയുന്നത്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഗോ ബാക്ക് ഇന്ത്യ എന്നാണ് ഇസ്രായേലിലുള്ള മലയാളികളോട് അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് അവർ പറയുന്നത്. അതായത് ഉപജീവന മാർഗത്തിനായാണ് ഓരോരുത്തരും നമ്മുടെ നാട് വിട്ട് മറ്റു നാട്ടിലേക്ക് പോകുന്നത്. അവിടെ പോലും മലയാളികളെ ജീവിക്കാൻ സമ്മതിക്കാത്ത കുറേ ഭീകരർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർ, ഭീകരരെ എന്തോ വലിയ സംഭവമാണ് എന്ന് പറയുന്നവർ, അവർക്കും മനുഷ്യത്വം നൽകണം, അവർക്ക് വേണ്ടി പോരടിക്കുന്നവർ, നിലവിളി കൂട്ടുന്നവരൊക്കെ ഇത് കാണണം, ഇത് കേൾക്കണം. തീർച്ചയായിട്ടും നിങ്ങളിത് കേട്ട് തന്നെ പോകണം. കാരണം ഇവിടെ ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ തീവ്രവാദത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ മലയാളികൾക്ക്, ഇസ്രായേലിലെ മലയാളികൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ പച്ച വെളിച്ചം ഉൾപ്പെടെയുള്ളവർ ജയ് വിളിച്ച് നടന്ന് നമ്മളൊക്കെ കണ്ടതാണ്. അത് മാധ്യമങ്ങൾ വാർത്തയാക്കി. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവരൊക്കെ കാണുന്നു എന്ന് മനസ്സിലാവാതെ പോവരുത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യക്കാർക്ക് ജോലി നൽകുന്നില്ല, വിസ നൽകുന്നില്ല, അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉപജീവന മാർഗത്തിന് ലക്ഷങ്ങൾ ചിലവാക്കി പോയവരായിരിക്കും. അവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ഒരു തെറ്റും ചെയ്യാതെ കേരളത്തിലെ കുറച്ച് ഭീകരർക്ക് വേണ്ടി വാദിക്കുന്നവരെ കൊണ്ട് ജീവിക്കാൻ പൊറുതിമുട്ടി അവിടെ നിൽക്കുന്ന മലയാളി സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വാക്കുകൾ ഓരോരുത്തരും, അതായത് പലസ്തീൻ രക്ഷകർ കേട്ട് മറുപടി കൊടുക്കണം. പലസ്തീനിലെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഹമാസിന് വേണ്ടിയുമൊക്കെ വാളെടുക്കുന്നവർ
ഇവരുടെ കൂടി രക്ഷകരാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വോയിസിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് പാലസ്തീനിലെ ജനതയ്ക്കാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെയാണ് ഇവിടെ എന്താണ് ഐക്യദാർഢ്യങ്ങൾ നടക്കുന്നത് എന്നാണ് കാര്യം. ശശി തരൂർ ഈ ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസ് ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനർത്ഥം അതെ ഭയന്നു, അതാണ് നമ്മളൊക്കെ അങ്ങനെ കരുതി. കാര്യം വല്ലാത്ത രീതിയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു. യഥാർത്ഥത്തിൽ പാലസ്തീനിലെ ജനതയ്ക്ക് അല്ല ഐക്യദാർഢ്യമുള്ളത്. അങ്ങനെ ഐക്യദാർഢ്യമാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഈ ഹമാസാണ്, അവരെ ബലിയാടാക്കുകയാണ്. അത് ഇവിടെ ആരും പറയുന്നില്ല. രണ്ടാമത്തത് CPM മാത്രമല്ല ഇവിടെ ഇത്തരത്തിലൊരു പ്രകടനങ്ങളോ പ്രതിഷേധ പ്രകടനങ്ങളോ നടത്തിയത്. കാരണം കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ CPM മാത്രമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അപ്പം ഇവരെല്ലാവരും മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേൽ ജൂതരാഷ്ട്രമാണ്. അപ്പോ ജൂതന്മാരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ പിന്തിരിയും, അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് കിട്ടില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്ത് നാറിയ കളിയും കളിച്ച് വോട്ട് പിടിക്കാനായി ഇവർ നടത്തുന്ന നീക്കങ്ങൾ പല രാജ്യത്തും ഇരിക്കുന്ന മലയാളികൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. കേരളത്തിലെ നല്ല മനസ്സുള്ള മതേതരത്വ സ്വഭാവമുള്ള ഒരുപാട് മുസ്ലിം സഹോദരന്മാരുള്ള നാടാണിത്. ആ നാട്ടിലെ ആളുകളെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം തന്നെ മാറുന്നു എന്നുള്ളത് സങ്കടകരമാണ്. കാരണം തീവ്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്, ഹിസ്ബുള്ളക്കെതിരെയും ഹമാസിനെതിരെയും സംസാരിക്കുക എന്നുള്ളതാണ്. പാലസ്തീനിൽ നടക്കുന്ന ജനവിരുദ്ധമായ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ പറയുമ്പോഴും അതിന് കാരണക്കാർ ഇവരാണ് എന്ന് ഇവിടെ ആരും വിളിച്ചു പറയുന്നില്ല എന്ന് തന്നെയാണ് സത്യം. നമുക്ക് ആ വോയിസ്, കൃത്യമായ ആ വോയിസ് കേൾക്കേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് പ്രേക്ഷകരെ കേൾപ്പിക്കണം, ഓരോരുത്തരും അത് കേൾക്കണം. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇപ്പോൾ മൊസാദ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ചാര സംഘടന ഓരോ ഭീകരരെയും തീർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇത് കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണം, കേൾക്കാതെ പോകരുത്. ഞങ്ങളെല്ലാം ഭയപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത്. കാരണം എന്താണെന്നറിയോ, ഇസ്രയേലിൽ പ്രശ്നങ്ങൾ നടക്കുമ്പം അവിടെ മലയാളികൾ, കേരളത്തിലായിരുന്നു ഭയങ്കരമായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്. വേറെ ഒരു സ്റ്റേറ്റിലും ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കേരളത്തിലായിരുന്നു. ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഈ പാലസ്തീനെയും ഹെസ്ബോളെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് കേരളത്തിലുള്ളവരായിരുന്നു പ്രശ്നക്കാർ. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇസ്രയേലിൽ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികളെ തന്നെ നോക്കി അവർ എമിഗ്രേഷൻ ക്യാച്ച് ചെയ്തിട്ട് നേരെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുവാണ്. 1 മാസം 10 ദിവസം 15 ദിവസമൊക്കെ ജയിലിൽ പിടിച്ചുകൊണ്ടിടുക. ജയിലിൽ പിടിച്ചുകൊണ്ടിട്ടിട്ട് എപ്പോഴാണോ അവർക്ക് ടിക്കറ്റ് കിട്ടുന്നത്, ആ ടിക്കറ്റ് കിട്ടുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത് ആ സമയം നോക്കി എല്ലാവരെയും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മലയാളികൾ, ഇന്ത്യൻ മലയാളികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ ബാനറും പൊക്കി കേരളത്തിലുള്ളവർ ഇങ്ങനെ പ്രതിഷേധങ്ങളുമായിട്ട് നടക്കുമ്പോൾ ഈ മലയാളികൾ വിദേശത്ത് കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഡയറക്റ്റ് ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പല രാജ്യത്തും. അതിവർ മനസ്സിലാക്കുന്നില്ല. അവർ ശരിയായ നടപടിയാണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മളിത് അങ്ങനെ വരുന്നതെന്ന് കൂട്ടാം. ഇത് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട്, പാലസ്തീനും ലെബനോനിലും ഉള്ള ഹെസ്ബോളയും ഈ ഹമാസിനും വേണ്ടിയിട്ട് ഇവർ കേരളത്തിൽ കിടന്നു. അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള കേരളീയരെ മുഴുവനും ഇവർ വിസ കൊടുക്കാതെ ഇവിടെ റെഫ്യൂജികളായിട്ട് ഒരുപാട് മലയാളികളുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഇപ്പം UP-യിലുള്ളവരോ ബംഗാളികളോ ഒക്കെ, ബംഗാളികൾക്കൊക്കെ ഇവിടെ നല്ല ജോലിയുണ്ട്. ആരുടെയും വിസ കട്ടാക്കുന്നില്ല, അവരെ തിരിച്ചയക്കുന്നില്ല. ഞങ്ങളൊക്കെ പലരും അത് ഒരുപാട് പേര് ചർച്ച ചെയ്തത് ഇവിടെ. ഗുജറാത്തിലുള്ളവർക്കോ ബംഗാളികളെ ആരുടെയും അവർ കട്ട് ചെയ്യുന്നില്ല, വിസ കട്ട് ചെയ്യുന്നില്ല. അവർക്ക് വിസ കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വിടുക. 5 വർഷം എങ്ങനെയാണെങ്കിലും ഇവിടെ വിസ കൊടുക്കാൻ പറ്റും റെഫ്യൂജികൾക്ക്. നമ്മൾ ഇന്ത്യക്കാരെ അഭയാർത്ഥികളല്ല. അതായത് ഇപ്പം എറിത്രിയ, എത്യോപ്യ, ആഫ്രിക്ക, അങ്ങനെയുള്ള ഉക്രൈൻ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെയാണ് ഇവർക്ക് വിസ കൊടുക്കേണ്ട കാര്യമുള്ളൂ, റെഫ്യൂജികളായിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിലേക്ക്. ഇത് എല്ലാ കേരളത്തിലെ മലയാളികളും ഇവിടെ ഭയപ്പെട്ടിരുന്നൊരു കാര്യമായിരുന്നു. ഇവരവിടെ കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് ഷെയർ ചെയ്യുവാണെങ്കിൽ ഷെയർ ചെയ്തോണം. കാരണം ഇവിടെ മലയാളികൾക്ക് മുൻഗണന ഉണ്ടായിരുന്നു. ഇസ്രയേലിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു.
ഇസ്രായേലിലെ ഏതൊരു പൗരനും നമ്മളെ കാണുമ്പോഴത്തേക്കും നമസ്തേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം, ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് ഈ പിണറായി സർക്കാരിൻ്റെ CPM ഗുണ്ടകൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇവർ നടത്തിയ പ്രകടനങ്ങൾ ഈ പാലസ്തീനെയും, അതായത് പാലസ്തീൻ ജനതയെ ആണെങ്കിൽ വേണ്ടില്ലായിരുന്നു, ഹെസ്ബോള എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയെയും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും ഇവർ സപ്പോർട്ട് ചെയ്തത്. ഒരു ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ നടത്തിയെന്ന് ഓർക്കണം. യാതൊരു വിവരമില്ലാത്ത CPMകാർ